പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ലീജി ആൻഡു, എൻ്റെ ഭർത്താവിൻ്റെ പേര് ആൻഡു. ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് കടുപ്പശ്ശേരി സേക്രഡ് ഹാർട്ട് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ചേട്ടൻ്റെ പെങ്ങൾ വഴിയാണ്. 2019 അന്ന് ഈ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ അന്നു മുതലേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു 5:30 എഴുന്നേറ്റ്. പിന്നെ 2019 നവംബർ മാസത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയൊരു ഇതിനാണ്. പക്ഷേ ആ നിയോഗം എനിക്ക് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ജെറമ്യ 29:11 നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അത് പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞങ്ങളുടെ 2019 നവംബറിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ച് ഞങ്ങൾക്കൊരു 5 കൊല്ലമായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ടവറിൻ്റെ കേസാണ്. ഞങ്ങളുടെ തൊട്ടുള്ള പറമ്പിൻ്റെ താഴത്ത് ഭാഗത്ത് ടവർ വയ്ക്കുന്നത്. അത് ആ കേസ് അവസാനിപ്പിച്ച് തരാനായിട്ടാണ് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചു. ഞാൻ അന്ന് ഉടമ്പടി നിയോഗത്തിൽ ഉടമ്പടി എടുത്ത അന്ന് തന്നെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു, വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉടമ്പടി കേസ് ഇത് അവസാനിച്ചു, ഇതിൻ്റെ വിധി വന്നു എന്ന്. അപ്പോൾ ഞാൻ ഒരു മാസം മുന്നേ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അന്ന് വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു ലാസ്റ്റ് ഹിയറിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നു. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ കേസ് അവസാനിപ്പിച്ച് തന്നു. അത് സാധാരണ ടവറിൻ്റെ കേസുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടാണ്, കമ്പനിക്കാർക്ക് അനുകൂലമായിട്ടാണ് വിധി വരാറ്. പക്ഷേ ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞു അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമൊന്നുമല്ല, അത് ഈശോയുടെ അനുഗ്രഹമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ കേസ് അവസാനിപ്പിച്ചു തന്നതിൽ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് തറ കെട്ടിയിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് വീട് പണി തുടങ്ങിയത്. 2018 ഡിസംബർ 7 അത് 10 വർഷം ആവാറായിട്ടും അതിൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കുറച്ച് സാവധാനം കോൺട്രാക്ടറും ശരിക്ക് വരുന്നുണ്ടായിരുന്നില്ല. പൈസ കുറച്ച് കൂടുതൽ പറ്റിപ്പോയതുകൊണ്ട് ആൾ ലാസ്റ്റായിട്ട് പണിക്ക് ഇതിനൊന്നും വരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇത് വേറൊരു കോൺട്രാക്ടർക്ക് കൊടുക്കണമെങ്കിൽ ഇയാൾ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കണം. അതിന് ഇയാൾ വിളിച്ചിട്ടും വരണ്ട. ഇപ്പം ഞങ്ങൾക്ക് പണി തുടർന്നു കൊണ്ട് പോകുന്നതിനായിട്ട് ഈ കോൺട്രാക്ടർക്ക് എതിരായിട്ട് കേസ് കൊടുക്കേണ്ടി, ഈ കോൺട്രാക്റ്റ് ക്യാൻസലാക്കാൻ വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കേണ്ടി വന്നു. അത് കൊടുത്ത് അതിൻ്റെ ഇത് കിട്ടി. അങ്ങനെ ഞങ്ങൾ വേറെ കോൺട്രാക്ടറെ ഏൽപ്പിച്ച് പണി തുടങ്ങി. നല്ലൊരു കോൺട്രാക്ടറെ കിട്ടി. പണി എല്ലാതും ഞങ്ങൾ കുറച്ച് പൊളിച്ച് പണിയും വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഓരോ ഇതുകളും ചെയ്യേണ്ടി വന്നു. എന്നാലും ഞങ്ങളുടെയൊക്കെ പറഞ്ഞ ആ എസ്റ്റിമേറ്റിൽ തന്നെ പണി പൂർത്തിയാക്കാൻ പറ്റി. ഞങ്ങൾ വിചാരിച്ചതിലും ഭംഗിയായിട്ട് ആ വീട് ഞങ്ങളുടെ വീട് പണിത് കിട്ടി. അതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുന്നേ ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് പനി വരും. തല കുളിക്കുമ്പോഴായിട്ട് മത്ത് പിടിച്ച മാതിരി കോൾഡും പനിയും ഇടയ്ക്കിടയ്ക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഒരു ഇതില്ലാത്ത പോലെയാണ്. ഹോസ്പിറ്റലിൽ പോയി ഹൈ ഡോസ് പനിയുടെ മരുന്ന് കൊടുത്തു, ഡ്രിപ്പ് കയറ്റിയിട്ടൊക്കെയാണ് വരാറ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം
പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പും എന്നും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കും. തേനും ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞാൽ തൈലം പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ആ അസുഖം ഇപ്പോൾ തീരെ വരുന്നില്ല. 2019 ഉടമ്പടി എടുത്തതാണെങ്കിലും ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കേസിൻ്റെ ഇതൊക്കെ വിധി വന്നപ്പോഴേക്കും കൊറോണ ആയി വീട് അടച്ച കാരണം കൊണ്ട് ഞങ്ങൾക്കത് അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അതിനെ ഈശോയ്ക്കും മാതാവിനോടും മാപ്പ് ചോദിക്കുന്നു. പിന്നെ ചേട്ടന് ഒരു അസുഖമുണ്ടായിരുന്നു, ഒരു എക്കിള് വന്ന് തുടർച്ചയായി വന്ന് എന്താ ബോധമില്ലാതെ ആകുന്ന അവസ്ഥ. ഹോസ്പിറ്റലിലൊക്കെ പോയി ICUവിലായിരുന്നു. അത് ഒരു എക്കിള് തുടർച്ച വന്ന് ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയൊക്കെ വന്നു. അന്ന് അതിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മക്കുറവും വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഉടമ്പടിന് ശേഷം ഈ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ട് എപ്പോഴും പറയും, ഞാൻ പുറത്ത് പോകുമ്പോൾ കാശുരൂപം കയ്യിൽ പ്രാർത്ഥിച്ച് കാശുരൂപം കയ്യിൽ കൊടുക്കും. അപ്പോൾ അതുപോലെ തൈലം പുരട്ടി കുരിശ് വരച്ചിട്ടൊക്കെയാണ് പോവുക. അത് പോകുമ്പോൾ പറയും, മാതാവും ഈശോയും എൻ്റെ കൂടെയുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. ഒരു ദിവസം അകലെ കുറച്ച് പോയി ബ്ലോക്കൊക്കെ ആയിട്ട് വരാൻ പറ്റാണ്ട് വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പക്ഷേ വീട്ടിലെത്തിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. മാതാവും ഈശോ എൻ്റെ ഇടത്തും വലത്തും ഇരുന്ന് അങ്ങനെ. ഞാനല്ല വണ്ടി ഓടിച്ചത്, അങ്ങനെയാണ് പറയാറ്. ഞാൻ ഉടമ്പടിയിലെ മാതാവും ഈശോയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ആയിരിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും മാതാവും ഈശോയും കൂടെയുള്ള പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. മക്കളുടെ കൂടെയും അവരുടെ എല്ലാ ഇതുകൾ വരുന്നുണ്ടെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇത് കഴിഞ്ഞ് എൻ്റെ മകന് 2024 ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. മകൻ വരുമ്പോൾ ജൂലൈയിൽ വരുമ്പോൾ കല്യാണം ഉറപ്പിച്ചിട്ട് പോകാനായിട്ട്. അങ്ങനെ എൻ്റെ ആ ഇതിൽ അന്ന് മകൻ്റെ കല്യാണം ശരിയാവാത്തത് കൊണ്ട് അന്ന് വീട്ടിലുള്ളവർ കുറച്ച് നെഗറ്റീവായി പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പയിൽ വെച്ചതല്ലേ മകൻ്റെ കല്യാണം, ഇത് ശരിയാവാത്ത ഇവർക്കൊരു അടയാളം, മാതാവ് ഈശോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ദിവസത്തെ ഉടമ്പടി അച്ഛൻ്റെ ജൂലൈ 24 ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഇടത് കാലിലെ ഉപ്പിറ്റിയുടെ മുകളിലുള്ള ഉന്തി നിൽക്കുന്ന പോലെ ഉള്ള ഒരു തൊടുമ്പോഴുള്ള വേദന മാറി പോകുന്നു. ദൈവം മാതാവ് എനിക്ക് ഈശോ തന്ന ഒരു അടയാളമാണ്, അത് എൻ്റെ ആയിരുന്നു. ഭയങ്കര വേദനയായിരുന്നു എനിക്ക് തൊടുമ്പോഴും ഇതും. ആ വേദന എനിക്ക് മാറി കിട്ടി. അതുപോലെ തള്ളി നിൽക്കുന്ന അതുപോലും മാറി കിട്ടി. അതിന് മാതാവിന് മകൻ്റെ അന്ന് തന്നെ ഒരു പ്രപ്പോസൽ വന്നു. അവന് ഒരു ആഴ്ച പോകാനുണ്ടായിരുന്നുള്ളൂ. അവൻ പോയതിന് ശേഷം ഞങ്ങൾ കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടന്നു. അതും പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എന്നും വൃദ്ധസദനങ്ങളിൽ പോയി അവിടെ കുറച്ച് നേരം ചിലവഴിക്കും. അവർക്ക് ഭക്ഷണത്തിനത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അനാഥാലയങ്ങളിലെ ഭക്ഷണം കൊടുത്തു. ബൈബിള് വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ തെരുവിലെ മക്കൾക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ഇതിൽ ഞങ്ങളും അതിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ മാസവും ഒരു കുട്ടികൾക്ക് പഠിക്കാൻ പഠനോപകരണങ്ങൾക്കായിട്ട് എല്ലാ മാസവും കുറച്ച് തുക കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പത്രം എല്ലാ വീടുകളിലും, അതുപോലെ ഞാൻ പോകുന്ന കടകളിലൊക്കെ കൊടുക്കും. അതും പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പോകുന്ന വീടുകളിലെ രോഗികളുണ്ടെങ്കിൽ അവർക്കും
തൈലവും പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവർക്ക് സുഖപ്പെട്ടു എന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ ആധ്യാത്മിക കാര്യം വെച്ചാൽ ഞാൻ എനിക്ക് സാധാരണ ഒരു ഇതായിരുന്നു. വിശ്വാസമുണ്ട് എന്നും ഞായറാഴ്ച പള്ളിയിലേക്ക് പോകും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാന കാണാൻ പോകുമായിരുന്നു. അതുപോലെ ചേട്ടനും സുഖമില്ലെങ്കിലും 2-3 വർഷമായിട്ട് ദിവസവും കാലത്ത് ഇടവകപ്പള്ളിയിൽ ഞാനും ചേട്ടനും എന്നും കുർബാനയ്ക്ക് പോകും. 2 മാസം കൂടുമ്പോൾ കുമ്പസാരിക്കും. കുടുംബ പ്രാർത്ഥനയിൽ ചെല്ലുന്ന കൂടാൻ്റെ ഒരു കൊന്ത ചെല്ലും. പിന്നെ ബൈബിള് വായിക്കും. എല്ലാ ദിവസവും ചേട്ടനും ബൈബിള് വായിക്കും. അങ്ങനെയുള്ള ആദ്യം. പിന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പേടിച്ച് സ്വപ്നം കാണും. കള്ളനെ സ്വപ്നം കാണുമായിരുന്നു. അപ്പോൾ പേടിച്ച് ഇങ്ങനെ കരയുന്ന സമയത്ത് ചേട്ടൻ വിളിക്കും. അപ്പോൾ അങ്ങനെ അത് ഞാൻ എന്നിട്ട് ഈ ഉടമ്പടി ഇവിടേക്ക് സാക്ഷ്യം പറയാനായിട്ട് വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് ആ സമയങ്ങളിൽ ഇത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ഞാനിങ്ങനെ പുറത്തെ വാതിലിങ്ങനെ അടയ്ക്കാൻ വരുന്ന സമയത്ത് വാതിൽ തള്ളി തുറന്ന് എൻ്റെ കയ്യുമ്മ ആരോ പിടിക്കും. ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ എൻ്റെ വലത്തെ കൈമ പിടിച്ച് ചിരിക്കണു ഇങ്ങനെ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെയുള്ളൊരിത് അത് എന്നെ മാറിപ്പോയിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ. എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എപ്പോൾ എഴുന്നേറ്റാലും ഈ വചനങ്ങൾ എന്നെയാണോ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈശോയ്ക്കും എപ്പോഴും മാതാവ് ഈശോയും കൂടെയുള്ള പോലെ തോന്നിയിരുന്നു. എവിടേക്ക് പോവായാലും കുറേ ഞങ്ങളുടെ പറമ്പ് ഇതിലൊക്കെ ഞങ്ങൾ ജാതിക്കൊക്കെ പറക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ ഉടമ്പടി ധ്യാനം കൊണ്ട് പോവും. അതുപോലെ ഇതിനൊക്കെ കേട് വരുമ്പോൾ ഈ ഉടമ്പടി തൈലം ഉപ്പൊക്കെ പുരട്ടി അതുകൊണ്ട് നല്ല വിളവ് കിട്ടിയിരുന്നു. എന്ത് കിട്ടിയാലും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്ന നന്ദി പറയാനായിട്ട് എനിക്ക് സാധിച്ചു. മറ്റുള്ളവരോട് ക്ഷമിക്കാനും എന്ത് പറഞ്ഞാലും അത് ക്ഷമിക്കാനും അതിനുള്ള ഇത് കിട്ടി. എപ്പോഴും മാതാവ് ഈശോയും കൂടെയുള്ള പോലെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് നൽകിയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വചനമാണ്. ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള ഒരു ബന്ധമാണ് ഉടമ്പടി. അത് ഒരു വിശ്വാസത്തിൻ്റെ ബന്ധമാണ്. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കുന്നത് വലിയ പ്രവൃത്തികളിലൂടെയല്ല, വിശ്വാസത്തിലും അനുസരണയിലുമുള്ള ഒരു ജീവിതമാണ്. അതാണ് ഉടമ്പടി നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഉടമ്പടിയിൽ ഫലം കാണണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ദൈവം കാത്തിരിക്കാനാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു മകൾക്ക് വേണ്ടിയാവാം, ഒരു മകന് വേണ്ടിയാവാം കാത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ ഈ അമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ലഭിക്കാതായപ്പോൾ അമ്മ പറഞ്ഞത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നാണ്. അതായത് ദൈവം എല്ലാം നന്മയ്ക്കായി നൽകും, തക്ക സമയത്തിന് നൽകുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ അമ്മ ഈ സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യം പറഞ്ഞത് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ ആ നിയോഗം നടന്നില്ല എന്നാണ്. ഒരു കാരണം കൊണ്ടാവാം. ഉടമ്പടിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രാവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത്. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉടമ്പടിയിൽ വിശ്വാസ കൈമാറ്റം. നമ്മൾ വിശ്വാസത്തിൽ വരികയും നമ്മുടെ മക്കളെയും വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉടമ്പടി. കാരണം ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാവാം. 16 വയസ്സാകുമ്പോൾ മുതൽ തന്നെ നമ്മുടെ മക്കൾക്കും ഉടമ്പടി ജീവിതത്തിലേക്ക് മുന്നോട്ട് വരാമെന്നുള്ള
അനൗൺസ്മെൻറ്റ് 2 മാസം 3 മാസം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നു. അതിന് പ്രകാരം നമ്മുടെ ഓരോ മക്കളും 16 വയസ്സാകുമ്പോൾ തന്നെ ഒരു നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക്, ഇന്നത്തെ മൊബൈൽ വേൾഡ്, സോഷ്യൽ വേൾഡ്, വളരെ വളരെ ഫേമസ് ആയിട്ട് വളരെ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ നമ്മുടെ മക്കൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുകയും നല്ലൊരു വഴിയിൽ കൂടെ സഞ്ചരിക്കുകയും ഒരു ആത്മീയ വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരികയുമാണ് ഉടമ്പടി. ആ വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വിശ്വാസ കൈമാറ്റത്തിലൂടെ, വിശ്വാസത്തിലൂടെ നയിക്കാനായിട്ടാണ് ഉടമ്പടി നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ മക്കളും ഈ പേരൻസും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം. എന്തെങ്കിലും ഒരു ദിവസം മക്കളും ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ച് ആ മക്കളുടെ നിയോഗം സഫലമാക്കും. ആ ആഗ്രഹം, അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഇതിൽ വീണ്ടും വീണ്ടും പറയുന്നത് ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതണമെന്നാണ്. സ്വന്തമായി കരുതണമെങ്കിൽ നമുക്ക് ദൈവത്തിന് പ്രശംസ ലഭിക്കാൻ തക്ക വിധം നമ്മൾ അതനുസരിച്ച് വേണം നമ്മുടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ. നമ്മളുടെ ജീവിതത്തിലും ആ രീതിയിലുള്ള ഉടമ്പടി ജീവിതം നയിക്കാൻ സത്യസന്ധമായ, വിശ്വാസപൂർണ്ണമായ, ആത്മാർത്ഥമായ ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ നമുക്ക് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഹോദരി പ്രാർത്ഥിച്ചതുപോലെ ഒരു കേസ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. ടവർ കേസിൻ്റെ ഒരു കേസ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. അതും 5 വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. ഉടമ്പടിയിൽ വെച്ച ഉടമ്പടി എടുത്ത ദിവസം തന്നെയാണ്, അന്ന് വൈകുന്നേരം തന്നെയാണ് ആ ടവർ കേസ് ക്ലിയർ ആവുന്നത്. ഇതാണ് ഉടമ്പടിയിലുള്ളതിൻ്റെ വ്യത്യാസം. ഉടമ്പടിയിലില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിലുള്ള അമ്മയുടെ കാര്യം വെച്ച്, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉടനടി ഉത്തരം നൽകുന്ന ഒരു ഈശോയാണ്, സമയചുരുക്കത്തിൻ്റെ ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒരു പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വർഷങ്ങളായി പ്രാർത്ഥിക്കുകയായിരിക്കാം. കാത്തിരിക്കാം, നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അവരും ഒരു ദിവസം നമ്മളുടെ കൂടെ വന്ന് ഉടമ്പടിയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നല്ല രീതിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ സഹോദരിക്ക് ഉടമ്പടി എടുത്ത ഉടനടിയാണ് അന്നേ ദിവസം തന്നെ വൈകുന്നേരം ആ ടവറിൻ്റെ കേസ് ക്ലിയർ ആവുകയായിരുന്നു. പിന്നീട് 5 വർഷം തറയിട്ടിട്ട് കെട്ടിക്കിടന്ന ഒരു വീടിൻ്റെ പണികളായിരുന്നു. അതും ഉടമ്പടി എടുത്ത ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് പണി കംപ്ലീറ്റ് ആവാൻ സാധിക്കുകയും പിന്നീട് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു കോൺട്രാക്ടറിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അതും വേറൊരു കോൺട്രാക്റ്റിനെ എടുക്കുകയും പിന്നെ ആ എല്ലാ തടസ്സങ്ങളും മാറ്റി ഈവൻ നഷ്ടപരിഹാരം പോലും ഇവർക്ക് വിധിയായിട്ടാണ് വന്നത്. പക്ഷെങ്കിൽ അവരത് സ്വീകരിച്ചില്ല. ഒരുപക്ഷെ ഇവർ ദൈവത്തോടുള്ള സ്നേഹവും ആ ദൈവത്തിനോടുള്ള അടുപ്പം ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ടാവാം ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം ഈ കപ്പിൾ, ഈ ചേട്ടനും ചേച്ചിയും പ്രാർത്ഥിച്ചുകൊണ്ടാവാം ഒരുപക്ഷെ ഇവിടെ എല്ലാ പ്രാർത്ഥനയും ദൈവം ഏറ്റെടുത്തത്. ഇവിടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവമാണ്. ഈ സഹോദരനുണ്ടായിരുന്ന അസുഖവും അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉടമ്പടി ജീവിതം ദൈവവുമായുള്ള വിശ്വാസ ബന്ധം പുതുക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടല്ല, പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൈവത്തെ കൂടുതൽ സന്തോഷിക്കാൻ സാധിച്ചത്. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവവാഗ്ദാനത്തിൽ വിശ്വസിച്ച് നമുക്ക് ക്ഷമയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലീജിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.